ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നമ്മൾ ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരി അത്താണിക്ക് പോകുന്ന റൂട്ടിൽ അത്താണിയൊക്കെ എത്തുന്നതിന് വളരെ മുമ്പായിട്ട് കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡ് എന്ന് പറയുന്നത് ഹൈവേ ആണ്. അവിടെ നിന്ന് ഏകദേശം 850 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അങ്കമാലി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 8 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. അപ്പൊ കോട്ടായി എന്നാണ് സ്ഥലത്തിന്റെ പേര്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ആലുവയിൽ നിന്നും. വീടിന് മുമ്പിലൂടെ പോകുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് ആണ്. നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം വന്നിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് ടൈലൊക്കെ വിരിച്ചിട്ടുള്ള വലിയൊരു മുറ്റമാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് 1ഉം 2ഉം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 5 സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നോക്കുക. പ്രൈസ് നിങ്ങൾക്ക് വളരെ കംഫർട്ടായ റേറ്റിലാണ് 5 സെന്റ് സ്ഥലം എയർപോർട്ടിനടുത്ത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. നമുക്ക് എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 850 മീറ്റർ നമ്മൾ ട്രാവൽ ചെയ്താൽ നേരെ ഹൈവേയിലേക്കാണ് എത്തുന്നത്. ഹൈവേയിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ട്രാവൽ ചെയ്തെത്താവുന്ന സ്ഥലത്തും കൂടെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ട് കിട്ടുന്നത്. സ്ട്രേറ്റ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 3 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ എലിവേഷൻ കണ്ടിരുന്നു. ഭംഗിയായിട്ട് കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടു, ഞാൻ എടുത്തു പറയുന്നില്ല, അത്രയും സമയം കളയുന്നില്ല. വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഗേറ്റ് തുറന്ന് നേരെ വന്നു കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വലിയൊരു കിണർ കുത്തിയിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് വെള്ളം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരെ നമുക്ക് വെള്ളം പറ്റാതെ കിട്ടുന്ന നല്ല ആഴത്തിലുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു വലിയ കിണർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിണർ കഴിഞ്ഞ് നമ്മൾ വീടിന്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു വഴി എൻഡ് ചെയ്യാണ്. വീടിനകത്തേക്ക് കയറിയിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിലും കാണാം ആ ഭാഗത്തെല്ലാം തന്നെ ടൈലുകൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ബാക്കിയുള്ള ഭാഗത്തും ആ ഒരു ലാസ്റ്റ് ഏകദേശം ആ ഒരു പോർഷൻ എത്തുന്ന അവിടെ വരെയും കളർഫുൾ ടൈലുകളും ബാക്കി അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ആ ഒരു ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിലൂടെ നമ്മൾ നടന്ന് വീടിന്റെ ബാക്ക് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഒരു ഭാഗം നമുക്ക് ടൈലൊന്നും ഇടാതെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തെങ്കിലും ചെടികൾ നടണമെങ്കിലോ പച്ചക്കറി തോട്ടങ്ങളൊക്കെ നിർമ്മിക്കാനോ താല്പര്യമുള്ളവർക്ക് ഈ ഭാഗത്ത് നമുക്ക് നല്ല മണ്ണ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഈ ഭാഗത്ത് നോക്കിയാൽ ഇവിടെയും ഈ ഒരു വഴി നമുക്ക് നേരെ ചെല്ലുന്നത് വീടിന്റെ ഫ്രണ്ടിലേക്കാണ്. ഇതും ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വർക്ക് ഏരിയയുടെ ഒക്കെ ഒരു പൊസിഷന്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 3ഓ 4ഓ ചെയറുകൾ ഇടാവുന്ന നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. 2 പാളിയായിട്ടാണ് മെയിൻ റോഡ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന്റെയും മെയിൻ ഡോറിന്റെയും ഒക്കെ ദർശനം വരുന്നത്. നമുക്കിനി അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് കം ഡൈനിങ് ഒന്നിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ്ങിനും സെപ്പറേറ്റ് ഒരു ഏരിയയാണ് കിട്ടുന്നത്. ലിവിംഗ് ആയിട്ട് നമുക്ക് നേരെ നോക്കിയാൽ കാണാം ഒരു വലിയ ഹാള് തന്നെയാണ് ലിവിംഗ് സ്പേസിനായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ഡോറിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കി 4 വിൻഡോസ് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിൽ ഫ്ലോറിൽ നമുക്ക് കാണാം വൈറ്റ് കളറുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതിനകത്തൊരു ചെറിയ ബ്ലാക്ക് ഡിസൈൻ കൂടി വരുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഒരു വലിയ ലിവിംഗ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് TV വെക്കാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. മെയിൻ ഡോറിനടുത്ത് തന്നെ ചെറിയൊരു ഷോക്കേസ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ലിവിംഗിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് നോക്കുവാണെങ്കിൽ സ്റ്റെപ്പുകളൊക്കെ ബ്ലാക്ക് കളറിൽ ഡിസൈൻ വരുന്ന ടൈപ്പ് ഗ്രാനൈറ്റും ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൈനിങ്ങിലേക്കാണ് പോകേണ്ടത്. ഡൈനിങ്ങിന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം
ആ ഒരു വുഡൻ ബേസ്ഡ് ആയിട്ട് തന്നെ ഷെൽഫുകളോട് കൂടിയിട്ട് ഹാഫ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ്ങിനായിട്ട് അലോ ചെയ്തിരിക്കുന്ന സ്പേസ് വരുന്നത്. 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഭാഗത്ത് 4 ഡോറുകൾ കൊടുത്തുകൊണ്ട് ക്രോക്കറി ഷെൽഫാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഡോറുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഇവിടെയാണ് വാഷ് ഏരിയ. താഴെ നോക്കിയാൽ ചെറിയൊരു കബോർഡ് കൂടി നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ വിൻഡോസ് വരുന്നത് ഈ ഭാഗത്ത് 3 വിൻഡോസ് കൊടുത്തുകൊണ്ടാണ്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേരുടെ ആവശ്യമാണ് റൂഫിൽ വർക്കുകൾ വേണ്ട എന്നുള്ളത്. അങ്ങനെ അതിന് സൂട്ടബിൾ ആയ രീതിയിൽ തന്നെയാണ് റൂഫ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നാണ് നമുക്ക് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോർ വെച്ചിട്ടുണ്ട്. ഹാഫ് ഗ്ലാസിലും ഹാഫ് വുഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈലാണ് കിച്ചണിനകത്ത് വിരിച്ചിരിക്കുന്നത്. കിച്ചണിന്റെ ആ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. നേരെ നോക്കുമ്പോൾ 3 വിൻഡോസ് നമുക്ക് കാണാം. മുകളിലും താഴെയും എല്ലാം കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വുഡൻ ക്യാബിനറ്റുകൾ തന്നെയാണ് മുകളിലും താഴെയും എല്ലാം കൊടുത്തിരിക്കുന്നത്. അതിന്റെയൊക്കെ മുകളിലായിട്ട് നമുക്ക് അപ്പർ ബെർത്ത് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും ടോപ്പിൽ നമുക്ക് സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും ഒക്കെ വരുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ നമുക്ക് എങ്ങനെ എങ്ങോട്ടാണ് തുറക്കുന്നത് എന്നുള്ളത് നോക്കാം. കിച്ചണിന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. സെപ്പറേറ്റ് ആയിട്ട് ഡോർ ഒക്കെ കൊടുത്തിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. അവിടെയും നമുക്ക് കിച്ചൺ സ്ലാബ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ സിങ്കും പൈപ്പ് കണക്ഷനും ഒക്കെ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ലിവിംഗ് സ്പേസ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഉണ്ട്. ഇവിടെയുമായിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഈ ഭാഗത്തുള്ള ബെഡ്റൂം എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് എല്ലായിടത്തും സെയിം തന്നെ ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്താണ് വുഡൻ കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് അധികം പുറത്തേക്ക് പ്രൊജക്ഷൻ വരാതെ അകത്തേക്ക് തള്ളി പണിതിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമിനകത്ത് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ്. വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരില്ല. നല്ല ഭംഗിയായിട്ട് ഡിസൈനോട് കൂടിയ ടൈലുകളാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ ബാത്റൂമിലുള്ള ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സൊമാനിയുടെയാണ് സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേസിലാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് വീണ്ടും 3 വിൻഡോസും കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു റൂമിൽ നിൽക്കുന്ന സമയത്ത് മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു അപ്പർ ബെർത്ത് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്താണ്. സെയിം ഡിസൈനുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ നമുക്കൊരു മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബാത്റൂമിനകത്തുള്ള സെയിം കളർഫുൾ ആയിട്ടുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. 2 ബാത്റൂമും അത്യാവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിൽ എത്തിയിരിക്കുകയാണ്. കടന്നു വന്ന വഴിയിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഒരു ചെറിയൊരു ഹാള് പോലെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് കൂടെ 2 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹാള് എന്ന് പറയാൻ പറ്റില്ല. എൽ ഷേപ്പിൽ കുറച്ച് ഓപ്പൺ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഓപ്പൺ ടെറസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമുക്ക് എന്തെങ്കിലും ഡ്രസ്സോ സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്യാൻ വെക്കണമെങ്കിലും അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണക്കി എടുക്കാനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് തുറന്നു കിടക്കുന്ന ഒരു ടെറസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ലെഫ്റ്റിലേക്കുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടത്. നമുക്ക് ഇന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോയി നോക്കേണ്ടത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 3 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും ഇവിടെ ബാക്കിയുള്ള 2 വിൻഡോസും ആണ് വരുന്നത്. വാർഡ്രോബുകൾക്കായിട്ട് നമുക്ക് ഇവിടെ ഒരു ഷെൽഫ് ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു വുഡൻ ഡോർ വെച്ചിട്ട് കവർ ചെയ്ത് നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് എടുക്കാം. ഓപ്പൺ ആയിട്ട് സൂക്ഷിക്കേണ്ടവർക്കാണെങ്കിൽ ആ രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നൊരു ഡോർ ഉണ്ട്. അത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. നേരെ പുറത്തിറങ്ങിയാൽ ബാൽക്കണിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്.
താഴെ 2 ബെഡ്റൂമുകളും ഈ ഒരു ബെഡ്റൂമുകളും കൂടി കൂട്ടി ടോട്ടൽ 3 ബെഡ്റൂമുകളാണ് നമ്മൾ കണ്ടത്. നമുക്കിനി 4-മത്തെയും 5-മത്തെയും ബെഡ്റൂമുകളാണ് കാണേണ്ടത്. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്പേസിന്റെ ലെഫ്റ്റ് സൈഡിൽ 4-മത്തെ ബെഡ്റൂമും റൈറ്റ് സൈഡിൽ 5-മത്തെ ബെഡ്റൂമുമാണ് വരുന്നത്. 4-മത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു ടോയ്ലറ്റിനകത്ത് ടൈലുകൾ നോക്കിയാലും സെയിം പാറ്റേണും കളർ കോമ്പിനേഷനിലും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബാത്റൂം കണ്ടതിന് ശേഷം നമ്മളിപ്പോ വന്നിരിക്കുന്നത് 4-മത്തെ ബെഡ്റൂമിലേക്കാണ്. 4-മത്തെ ബെഡ്റൂം ഒരു ചെറിയ ബെഡ്റൂം ആണ് എങ്കിൽ പോലും അത്യാവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഇവിടെയായിട്ട് രണ്ട് വിൻഡോസ് വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സൊക്കെ വെക്കണമെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതിന്റെ മുകളിലാണെങ്കിലും അപ്പർ ബെർത്ത് ഫെസിലിറ്റി നമ്മൾക്ക് സ്റ്റോറേജ് സ്പേസിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനലി 5-മത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. നമ്മളിപ്പോ ഇറങ്ങിയ ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് 5-മത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയുമായിട്ട് 2 വിൻഡോസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഷെൽഫ് ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് അപ്പർ ബെർത്ത് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. എല്ലാ റൂമുകളിലെയും ബാത്റൂമിന്റെ ടൈലുകൾ നോക്കുവാണെങ്കിൽ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരി അത്താണിക്ക് പോകുന്ന വഴിയിലാണ്. നെടുമ്പാശ്ശേരി അത്താണിയൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന്, അതായത് ഹൈവേയിൽ നിന്ന് വെറും 850 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് ഓഫ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 5 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5 ബെഡ്റൂമുകളിൽ 2 ബെഡ്റൂമുകൾ ഒരു കോമൺ ബാത്റൂമാണ് ഷെയർ ചെയ്യുന്നത്. ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. 65 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. വീടുകൾ കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. വീട് വന്ന് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഓണറുമായി ഇരുന്ന് സംസാരിച്ച് നെഗോസിയേഷൻ പ്രൈസിൽ നിങ്ങൾക്ക് ഈ വീട് മാർബിൾ ഹോംസിലൂടെ സ്വന്തമാക്കാവുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.